ഹായ് നമസ്കാരം. ദാസേട്ടനാണ് തൃശ്ശൂരിൽ നിന്ന്. ഒരു വീഡിയോ രാവിലെ ചെയ്യണമെന്ന് വിചാരിച്ചാണ്. ശരിക്കും പറഞ്ഞാൽ ഇന്നലെയാണ് ഈ സംഭവം വൈറലായിട്ടുള്ളത്. ഇന്ന് രാവിലെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്യാൻ പറ്റിയില്ല. സോറി. ഇപ്പോഴാണ് ഈ വീഡിയോ ചെയ്യാൻ സമയം കിട്ടിയത്. ഇപ്പോൾ നമ്മുടെ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ആകെ കുളമാക്കിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ പ്രശസ്തരായ എല്ലാ വാർത്താ ചാനലിലും അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ഓരോ സംഭവങ്ങളെ വേറെ രീതിയിൽ വർക്കൗട്ട് ചെയ്തുകൊണ്ട് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വളരെ താഴ്ന്ന നിലവാരം പുലർത്തുന്ന കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേറ്റവും ഇപ്പോൾ ശ്രദ്ധേയമായത് മൊട്ടരുൺ ടീമിൽ മൊട്ടരുണും പിന്നെ അതുപോലെ തന്നെ റിപ്പോർട്ടർ ചാനലിലെ വേറൊരു പയ്യനൊക്കെ കൂടി ചെയ്തിട്ടുള്ളൊരു സംഭവം. അതായത് കഴിഞ്ഞ ദിവസം നടന്ന സ്കൂൾ കായികമേളയിൽ ഒപ്പന നടത്തിയിട്ട് ഒപ്പനയിൽ എ ഗ്രേഡ് നേടിയിട്ടുള്ള കലാകാരികൾ അവരുമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ വേറെ രീതിയിലേക്ക് വർക്കൗട്ട് ചെയ്ത് സിനിമ സ്റ്റൈലിൽ വർക്കൗട്ട് ചെയ്തിട്ട് അതിലെ ആ കളിച്ചിട്ടുള്ള പെൺകുട്ടി 14 വയസ്സായുള്ളതെന്ന് പറയുന്നുണ്ട്. 14 വയസ്സായുള്ള ആ പെൺകുട്ടിയെ ഈ റിപ്പോർട്ടർ വേറെ രീതിയിൽ സിനിമ സ്റ്റൈലിൽ വാതിലിൽ എന്നുള്ള പാട്ടൊക്കെ ഇല്ലേ, ആ പാട്ടൊക്കെ മ്യൂസിക് ഇട്ടുകൊണ്ട് അങ്ങനെ ഒരു പ്രണയം കാര്യങ്ങളൊക്കെ ചെയ്ത് വർക്കൗട്ട് ചെയ്ത് ആ ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളൊക്കെയാണ് വന്നുകൊണ്ടിരിക്കുന്നത്. വളരെ മോശമായിട്ട് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഗോപി ചെമ്മണ്ണൂർ ചെറിയൊരു സംഭവത്തിനാണ് ഇപ്പോൾ അകത്തേക്ക് പോയിട്ടുള്ളത്. അതിനെക്കുറിച്ച് കളിയാക്കിക്കൊണ്ടിരിക്കുന്ന മൊട്ടരുൺ ടീമിൻ്റെ റിപ്പോർട്ടർ ചാനൽ അതിനേക്കാളും ഉള്ളിലേക്ക് പോകാനുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നിങ്ങൾ എന്തായാലും ആ വീഡിയോ ഒന്ന് കാണുക. ഞാൻ ആ വീഡിയോ ഇവിടെ സൈഡിൽ പ്ലേ ചെയ്യാം. ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതാണ്. 14 വയസ്സായ കുട്ടിയെ വേറെ രീതിയിൽ അത് അവരുടെ ഫാമിലി, ആ കുട്ടിയുടെ ഫാമിലി ഒക്കെ എത്രമാത്രം വിഷമിക്കുന്നുണ്ടാവും. കാരണം റീച്ച് കിട്ടാൻ വേണ്ടി, ചാനലിന് റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് വേറെ രീതിയിൽ കുട്ടികളെ ഉപയോഗിക്കുന്നത് വളരെ മോശം തന്നെയാണ്. അതായത് ഇപ്പോൾ റിപ്പോർട്ടർ ചാനൽ, 24 ചാനൽ ഇവരൊക്കെ കിട മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവർക്ക് മുന്നിലെത്താൻ വേണ്ടി ചെയ്യുന്ന ഓരോ സംഭവങ്ങളാണ് ഇപ്പോൾ ഈ കാണുന്നത്. എന്തായാലും ഒന്നാമത് പ്രായപൂർത്തി പോലും ആവാത്തൊരു കുട്ടിയെ വെച്ചിട്ടാണ് ഈ സംഭവം ചെയ്തിട്ടുള്ളത്. അവരുടെ ഫാമിലിക്കും എത്രമാത്രം വിഷമം ഉണ്ടാവുമെന്ന് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും വീഡിയോ നിങ്ങൾ കാണും, നിങ്ങളുടെ അഭിപ്രായം പറയുക. ഓക്കെ, ഞാൻ വീഡിയോ കൊടുക്കുന്നതാണ്.